ഹായ്, ഈ വരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ഒരുപക്ഷെ വേൾഡ് കപ്പ് പോലെയുള്ളൊരു ഹൈപ്പാണ് ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മീഡിയ ആയാലും ഇന്ത്യൻ മീഡിയ ആയാലും ഇതിനെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സീരീസായിട്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആഷസിനൊപ്പം അല്ലെങ്കിൽ ആഷസിന് ഒരുപടി മുകളിൽ തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലുള്ള ഇന്ത്യ ഓസ്ട്രേലിയ റൈവൽറി വളർന്നു കഴിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സീരീസാണ്. കാരണം കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിൽ ഫൈനലിലെത്തിയ ഇന്ത്യ, അതുപോലെ തന്നെ ഈ വർഷം T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള സീരീസൊക്കെ തൂത്തുവാരി ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രൈമിൽ നിൽക്കുമ്പോഴാണ് ന്യൂസിലൻഡ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയെ 3-0 തോൽപ്പിച്ചിട്ട് പോകുന്നത്. ഇന്ത്യൻ റെഡ് ബോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും നാണം കെട്ട ഒരു തോൽവി ഇതുവരെ ഏറ്റുവാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്ലെയേഴ്സ് ആയാലും ഇന്ത്യയുടെ മാനേജ്മെൻ്റ് ആയാലും ഈവൻ കോച്ചായാലും എല്ലാവരും കുറച്ച് പ്രഷറിലാണ്. ന്യൂസിലൻഡ് തന്ന ആ ഒരു ഷോക്ക് ഇന്ത്യക്ക് അത്രത്തോളം വലുതാണ്. ഇതിൽ നിന്നൊക്കെ കരകയറാനുള്ള ഇന്ത്യയുടെ ഒരു തുറുപ്പുചീട്ടാണ് ഈ ഓസ്ട്രേലിയ സീരീസ്. ന്യൂസിലൻഡ് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ ഉറപ്പിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മിനിമം 3-4 മാച്ച് ജയിച്ചാലേ ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെഡ് ബോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സീരീസ് തന്നെയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സീനിയർ പ്ലേയേഴ്സ് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അശ്വിൻ, KL രാഹുൽ, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഇവരുടെയൊക്കെ കരിയറിൻ്റെ ഒരു എൻഡ് ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞു. KL രാഹുൽ അല്ല, ബാക്കിയുള്ളവരുടെ എല്ലാം എൻഡ് ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു സീരീസിലുള്ള ഇവരുടെ എല്ലാം പെർഫോമൻസ് അവരുടെ ഭാവിയും കൂടെ നിർണ്ണയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീറിൻ്റെയും. കാരണം ഗൗതം ഗംഭീർ വന്നതിന് ശേഷം ഇന്ത്യക്ക് 1-2 ബ്ലോസ് കിട്ടിക്കഴിഞ്ഞു. ശ്രീലങ്കയിൽ ഒരു വൺ ഡേ സീരീസ് ഇന്ത്യ തോറ്റു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ ന്യൂസിലൻഡുമായിട്ട് ഹോമിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു 3-0 ഒരു ടെസ്റ്റ് സീരീസ് ഹോമിൽ തോറ്റു. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചും ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സീരീസാണ്. ഇനി ഓസ്ട്രേലിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കഴിഞ്ഞ 2 ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയും ഇന്ത്യയുടെ അടുത്ത് പരാജയപ്പെട്ട ഒരു ടീമാണ് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ബോർഡർ ഗവാസ്കർ ട്രോഫിയും ഓസ്ട്രേലിയ ഇന്ത്യയോട് പരാജയപ്പെട്ടു. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ ഏകദേശം 2016 ശേഷം ഇതുവരെ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സീരീസും കൂടെ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് പോയാൽ അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചും ഇതൊരു ഡു ഓർ ഡൈ സീരീസ് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇഞ്ചുറീസ് ഒരു കൺസേൺ ആണ്. കാരണം ഷമി ഓൾറെഡി ഇഞ്ചേർഡ് ആയിരുന്നു. അപ്പോൾ ഷമി ഈ സീരീസിന് വരാൻ പറ്റുമെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഫസ്റ്റ് ടെസ്റ്റിന് വരുമെന്ന് ചില ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതുവരെ കൺഫേം അല്ല. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സീരീസ് മൊത്തം കളിക്കാൻ ഷമിയുടെ ഫിറ്റ്നസ് അനുവദിക്കുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ KL രാഹുലിന് അതുപോലെ തന്നെ ഇഞ്ചുറി സംഭവിച്ചിരുന്നു ഈ പ്രാക്ടീസ് മാച്ചിനിടയ്ക്ക്. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ശുഭ്മാൻ ഗില്ലിന് തം ഫ്രാക്ചർ ആയിട്ട് ഫസ്റ്റ് ടെസ്റ്റ് കളിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റിൻ്റെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഇഞ്ചുറി ഇന്ത്യക്ക് ഒരു തലവേദനയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യം, 2 ടീമിൻ്റെയും സ്റ്റാർ പ്ലേയേഴ്സ് വിരാട് കോഹ്ലിയും സ്റ്റീവൻ സ്മിത്തും റീസെൻ്റായിട്ട് അത്ര ഫോമിലല്ല എന്നുള്ളതാണ് 2 ടീമിനെ അലട്ടുന്ന ഒരു ഫാക്ടർ. 2 ടീമിനെ സംബന്ധിച്ച് ഒരു എക്സ് ഫാക്ടറുകളുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഋഷഭ് പന്തും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ട്രാവിസ് ഹെഡും. അപ്പോൾ ഇവർ 2 പേരും ക്വിക്കായിട്ട് റണ്ണടിച്ച് ഒരൊറ്റ സെഷൻ കൊണ്ട് എതിർ ടീമിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിവുള്ള പ്ലെയേഴ്സാണ്. അത് ഋഷഭ് പന്ത് ഒരുപാട് പ്രാവശ്യം ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കകത്തോട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ട്രാവിസ് ഹെഡ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ, ODI വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ. അപ്പോൾ ഋഷഭ് പന്തും ട്രാവിസ് ഹെഡും അവരവരുടെ ടീമിനെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ളൊരു പ്ലെയറാണ്. എന്തായാലും നമുക്ക് ഇന്ത്യയുടെ ഈ സീരീസിലേക്കുള്ള സ്ക്വാഡൊന്ന് പരിശോധിക്കാം. ബാറ്റ്സ്മാൻമാരായിട്ടുള്ളത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, അഭിമന്യു ഈശ്വരൻ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, സർഫറാസ് ഖാൻ എന്നിവരാണ്. വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജുറയിലും ഋഷഭ് പന്താണുള്ളത്. ബോളേഴ്സായിട്ട് ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, ഹർഷിത് റാണ എന്നിവരാണ് ബോളേഴ്സ്. ഓൾറൗണ്ടേഴ്സായിട്ട് രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് ഓൾറൗണ്ടേഴ്സായിട്ടുള്ളത്. ഈ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലി, KL രാഹുൽ, രോഹിത് ശർമ്മ, അശ്വിൻ, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ എന്നീ സീനിയർ താരങ്ങളുടെ ഫോം ഔട്ടാണ്. ഇപ്പോൾ റീസെൻറ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഫോം ഔട്ടാണ്, പ്രത്യേകിച്ചും റെഡ് ബോൾ ക്രിക്കറ്റിൽ. രോഹിത് ശർമ്മ ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിൽ ഔട്ടായത് മൊത്തം പേസ് ബോളേഴ്സിനോട് വേണം. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ അതൊരു തലവേദനയാണ്. വിരാട് കോഹ്ലിക്ക് ഫോം കണ്ടെത്താനേ സാധിക്കുന്നില്ല റെഡ് ബോൾ ക്രിക്കറ്റിൽ. ഇപ്പോൾ ഈ 2024 പുള്ളിയുടെ ആവറേജ് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 22
92.8 നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടോ എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. KL രാഹുലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KL രാഹുലിന് ഒരു ക്ലൂ ഇല്ല എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രാക്ടീസ് മാച്ചിൽ പുള്ളി ഔട്ടായതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് KL രാഹുലിൻ്റെ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അശ്വിൻ, ജഡേജ, ഇവർ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ തന്നെ സ്ട്രെങ്ത് ഇവർ രണ്ടുപേരുമായിരുന്നു. കാരണം ഒരു ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയി, മിഡിൽ ഓർഡറും കൊളാപ്സ് ആയാലും അശ്വിനും ജഡേജയും കൂടെ ഇന്ത്യ പല പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് ആ കാര്യത്തിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബോളിങ്ങിലും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു തലവേദന തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ടോപ്പ് വിക്കറ്റ് ടേക്കറാണ് അശ്വിൻ. ഋഷഭ് പന്തും ജസ്പ്രീത് ബുംറയാണ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയുടെ ബാക്ക് ബോൺ. ഇപ്പോഴത്തെ ഒരു എല്ലാവരുടെയും ഫോമും എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇന്ത്യൻ ടീമിൽ. പിന്നെ യശസ്വി ജയ്സ്വാൾ ഒരു സ്ട്രോങ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. പുള്ളി പലപ്പോഴായിട്ട് പുള്ളിയുടെ ഇൻറ്റൻറ്റ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓസ്ട്രേലിയയിലും യശസ്വി ജയ്സ്വാളിന് പെർഫോം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതുപോലെ തന്നെ ധ്രുവ് ജുറേൽ, ഇപ്പോൾ ഓസ്ട്രേലിയൻ ആയിട്ട് നടന്ന മാച്ചിൽ ധ്രുവ് ജുറേൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പുള്ളി ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് ആ ഒരു മിഡിൽ ഓർഡറിൽ. അതും ഒരു പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. പിന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടാറുള്ളത് മുഹമ്മദ് സിറാജും ആകാശ് ദീപുമാണ്. അപ്പോൾ ഇവരുടെ ഫോം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ റീസെൻ്റായിട്ട് സിറാജ് ആയാലും ആകാശ് ദീപ് ആയാലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ബോളേഴ്സ് അല്ല. ഓസ്ട്രേലിയ ചെന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ട് തന്നെ അറിയണം. അക്കാര്യത്തിൽ ഹർഷിക് റാണ ഒരു പ്രതീക്ഷയാണ്. യങ് ആണ്, എനർജറ്റിക് ആണ്, ഓസ്ട്രേലിയൻ കണ്ടീഷൻസിന് പറ്റിയ ഒരു ബോളറാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഹർഷിത് റാണയാണ്. കളിക്കാൻ അവസരം കിട്ടുമെന്നുള്ള കാര്യം ഇപ്പോൾ വാഷിങ്ടൺ സുന്ദറും നമ്മുടെ സ്ക്വാഡിലുണ്ട്. പക്ഷേ അശ്വിനെയും ജഡേജയും ബീറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് ലെവലിൽ കളിക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷെ കളിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കഴിഞ്ഞ സീരീസിലും വന്ന് ഇത്രയും പെർഫോം ചെയ്ത് കാണിച്ചിട്ടും ഇവർക്കൊന്നും ടീമിൽ അവസരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? ഇതുണ്ട്. അപ്പോൾ അശ്വിനും ജഡേജയൊക്കെ സീനിയേഴ്സാണ്. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് കൊടുത്തിട്ട് പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഫ്രഷ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റിംഗ് സ്റ്റൈലൊക്കെ വരുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം ഓസ്ട്രേലിയയൊക്കെ അശ്വിനെയും ജഡേജയൊക്കെ വർഷങ്ങളായിട്ട് കണ്ട് അവർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളേഴ്സാണ്. പുതിയ ബോളേഴ്സ് ഒരു പുതിയൊരു അപ്രോച്ച് വരുമ്പോഴത്തേക്ക് അവർക്കും അതൊരു ഡിഫിക്കൽട്ടായിട്ട് മാറും. ഒരു മിക്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഫ്രഷ് പ്ലേയേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഓസ്ട്രേലിയ അനൗൺസ് ചെയ്ത സ്ക്വാഡും കൂടെ നോക്കാം. ഇപ്പോൾ ബാറ്റേഴ്സായിട്ടുള്ളത് ഉസ്മാൻ ഖ്വാജ, ട്രാവിസ് ഹെഡ്, ലബുഷീൻ, സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ്. വിക്കറ്റ് കീപ്പർ അവരുടെ അലക്സ് കാരിയും അതുപോലെ ജോഷോ ഇംഗ്ലീഷുമാണ്. ബോളേഴ്സ് പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, നാഥൻ ലയോൺ, മിച്ചൽ സ്റ്റാർക്ക്, സ്കോട്ട് ബോളാർഡ് എന്നിവരാണ് ബോളേഴ്സ്. ഓൾറൗണ്ടേഴ്സായിട്ട് മിച്ചൽ മാർഷ്, അതുപോലെ തന്നെ നാഥൻ മാക്സ്വീനി എന്നിവരാണ് ഓൾറൗണ്ടേഴ്സായിട്ടുള്ളത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സ്റ്റീവ് സ്മിത്ത്, ലബുഷേൻ, അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് എന്നിവരുടെ റീസെൻറ്റ് ഫോം അത്ര പ്രോമിസിങ് അല്ല. ഈ 2024 അവരുടെ ആവറേജസ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇഷ്യൂസ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലുണ്ട്. അവരെ സംബന്ധിച്ച് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ഖ്വാജയുടെ ഫോമാണ്. ഉസ്മാൻ ഖ്വാജ മാത്രമാണ് ഈ ഒരു കൂട്ടത്തിൽ ഈ വർഷം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം ക്യാമറൂൺ ഗ്രീൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറൂൺ ഗ്രീന് സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനുമാണ്. അതുപോലെ തന്നെ ഒരു ഫിഫ്ത്ത് ബോളറായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറായിരുന്നു ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. പുള്ളിയുടെ പരിക്ക് ഇപ്പോൾ അവർക്കൊരു തലവേദനയാണ്. പകരം അവർക്ക് ഓൾറൗണ്ടറായിട്ട് കളിക്കുന്നത് മിച്ച് മാർഷാണ്. മിച്ച് മാർഷിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പരിക്ക് എപ്പോഴും പുള്ളിക്കൊരു തലവേദനയാണ്. ഏത് സമയം പരിക്ക് സംഭവിക്കുക എന്നുള്ളൊരു പേടി മിച്ച് മാർഷിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ മിച്ച് മാർഷിനെ അവർക്ക് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പാറ്റ് കമ്മിൻസിൻ്റെ ക്യാപ്റ്റൻസിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഓസ്ട്രേലിയ നേടിയതിന് ശേഷമായാലും പാറ്റ് കമ്മിൻസ് ആസ് എ ക്യാപ്റ്റൻ കഴിഞ്ഞ IPL പോലും സൺറൈസേഴ്സിന് വേണ്ടിയിട്ട് പാറ്റ് കമ്മിൻസ് ആസ് എ ക്യാപ്റ്റൻ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഫേസ് ചെയ്ത് ഓസ്ട്രേലിയൻ ടീമിനെ ആയിരിക്കില്ല ഇപ്രാവശ്യം ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം പാറ്റ് കമ്മിൻസ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അത്ര മെൻ്റലി സ്ട്രോങ് ആയി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ ചലഞ്ചാണ്. പിന്നെ അവരെ സംബന്ധിച്ച് വേറൊരു പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പാണ് അവർക്കുള്ളത്. ഇപ്പോൾ മിച്ച് സ്റ്റാർക്ക് നോക്കുകയാണെങ്കിൽ, ഹേസൽവുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ്, നാഥൻ ലയോൺ, ഇവർക്ക് എല്ലാവർക്കും 250-300 ടെസ്റ്റ് വിക്കറ്റ് വെച്ച് ഉള്ള ബോളേഴ്സാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ബോളിംഗ് സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഈ സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാച്ചിനിടയിലും ഓസ്ട്രേലിയ ഇനഫ് റെസ്റ്റ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റ് ഡേയ്സ് കൊടുത്താൽ അവരുടെ ബോളേഴ്സിന് റിക്കവർ ചെയ്യാനുള്ള ടൈമാണെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അപ്പോൾ
ഇവരുടെ ബോളിംഗ് ഭയങ്കര സ്ട്രെങ്ത്താണ്. ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണ് അവരുടെ ബോളിംഗ്. ഓസ്ട്രേലിയൻ സ്ക്വാഡിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നാഥൻ മക്സിനി എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ. പുള്ളി ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ ജോഷ് ഇഗ്ലീസിനെ ഓൾറെഡി നമുക്കറിയാം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നതാണ്. ഈ വരുന്ന ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 എന്നെ സംബന്ധിച്ച് ഉള്ളത് ഞാൻ പറയാം. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, വാഷിംഗ്ടൺ സുന്ദർ ഓർ സർഫറാസ് ഖാൻ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ, ജഡേജ ഓർ അശ്വിൻ, ആകാശ്ദീപ് ഓർ ഹർഷിത് റാണ, സിറാജ് ബുംറ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹർഷിത് റാണയെ കളിപ്പിക്കണമെന്നും വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവരെങ്ങനെയായിരിക്കും 11 തീരുമാനിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഓസ്ട്രേലിയയുടെ ഒരു പ്രോബബിൾ 11 കൂടെ നോക്കാം. ഇത് ഇന്ത്യയെ പോലെയല്ല, കുറച്ചും കൂടെ കൺഫേം ആണ്. ഏകദേശം ഇവർ തന്നെ ആയിരിക്കും പ്ലേയിങ് 11. നാഥൻ മക്സ്വിനി, ഉസ്മാൻ ഖോജ, ലബുഷേൻ, സ്റ്റീവ് സ്മിത്ത്, ട്രാവിസ് ഹെഡ്, മിച്ച് മാർഷ്, അലക്സ് കാരെ, പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹേസൽവുഡ്, നാഥൻ ലയോൺ. ഫൈനൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഏകദേശം ഓസ്ട്രേലിയയുടെ ഈ 11 ഏകദേശം കൺഫേം ആണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സീരീസാണ്. ഈ സീരീസ് ജയിക്കുക എന്നുള്ളത് 2 പേരെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ തീപ്പൊരി പാറുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി. പിന്നെ നമ്മൾ ഫാൻസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം, ഓസ്ട്രേലിയൻ സീരീസ് ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കളി കാണുന്നതിൻ്റെ ഒരു സുഖം, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ അവരുടെ ക്യാമറയുടെ ഒക്കെ ഉള്ള ഒരു വ്യത്യസ്തത, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലാണ് ആ ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ലൈറ്റ് വീഴുന്നത് കളി കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഓസ്ട്രേലിയൻ സീരീസിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഫാൻസിനും ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി സംബന്ധിച്ച് എനിക്കുള്ളത്. ഇനി വരുന്ന ഒരു മാസം ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാസമാണ്. അതുപോലെ തന്നെ ഈ 24-25 IPL ഓപ്ഷൻ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ബോർഡർ ഗവാസ്കർ ട്രോഫി, അതുപോലെ തന്നെ IPL ഓപ്ഷൻ 2025 എന്നിവയുടെ മറ്റു വിശേഷങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.